ഹലോ, ഞാനിപ്പോൾ കവരത്തിയിലെ ജെട്ടി പരിസരത്താണ്. ഇവിടെ നമ്മളുടെ ഒരു ഹൈ സ്പീഡ് വെസൽ വരുന്നുണ്ട് വേറൊരു ദ്വീപിൽ നിന്നും. അതായത് അമേരിക്കയിൽ നിന്ന് ഒരാൾ നമ്മുടെ ഇവിടെ കവരത്തിയിലേക്ക്, ലക്ഷദ്വീപിലെ കവരത്തിയിലേക്ക് വരുന്നു. ആ ആളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ അയാൾ കൊടുക്കാനായിട്ട് ഒരു വെൽക്കം ഡ്രിങ്കിന് പകരം ഒരു വെൽക്കം സ്വീറ്റ് ഉണ്ട്. അത് നമ്മളുടെ സ്വന്തം ലക്ഷദ്വീപിലെ അല്ലെങ്കിൽ നാടൻ ഹലുവയാണ്. അമേരിക്കയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞ വെൽക്കം ഡ്രിങ്കിന് പകരം വെൽക്കം സ്വീറ്റ് കൊടുക്കുകയാണ്. വെൽക്കം സ്വീറ്റ്, വെൽക്കം ഹോം. അങ്ങനെ അമേരിക്കയിൽ നിന്ന് 24 മണിക്കൂർ താണ്ടി കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിന്നും 18 മണിക്കൂറും കഴിഞ്ഞ് അമിനി ദ്വീപിൽ, അതായത് ഇവരുടെ ഫാദറിന്റെ സ്ഥലം. അതിനുശേഷം ഇതാ സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ അമേരിക്കയിൽ നിന്ന് വന്ന വ്യക്തി ഇതാണ്. സംഭവം പെങ്ങളുടെ മോളാണ് ഇത്. അപ്പൊ 2 വർഷത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് വരുന്ന വഴിയാണ്. എത്ര ദിവസമായി ഇറങ്ങിയിട്ട്? 7-ാം തീയതി രാത്രി 1 മണിക്ക് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. 7-ാം തീയതി രാത്രി 1 മണിക്ക്. ഇന്ന് 13-ാം തീയതി ഉച്ചക്ക് 3:15 സ്വന്തം വീട്ടിലെത്തുന്നത്. കൊച്ചിയിൽ 2 ദിവസം പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അതൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലെത്തുമ്പോഴത്തേക്കും 13-ആയി. അമേരിക്കയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് വന്ന ആ വ്യക്തി ഇതാണ്. നമ്മുടെ സ്വന്തം വീട്ടിലെ അംഗമാണ്. ലക്ഷദ്വീപിലേക്ക് തിരിച്ചെത്തിയിരിക്കണം. അപ്പൊ വീണ്ടും പോകുന്നതാണ് സംഭവം. ആളവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്ട്രിയിൽ PhD ചെയ്തുകൊണ്ട് PG അവിടെയായിരുന്നു. സ്കോളർഷിപ്പോട് കൂടിയുള്ള PG കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ വീണ്ടും തിരിച്ചു പോകും. അതാണ് സംഭവം.